ശരിക്കും സ്പോഞ്ച് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതിൻ്റെ റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റെസിപ്പി വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇഡ്ഡലിയുടെ ഒരു പ്രത്യേകത, ശരിക്കും സ്പോഞ്ച് വെള്ളം കുടിക്കണ പോലെ തന്നെ നമ്മുടെ ചമ്മന്തി ഇങ്ങനെ കുടിച്ചെടുക്കുന്നതാണ് ഇഡ്ഡലി. അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡും ബണ്ണൊക്കെ കാപ്പിയിലും ഒക്കെ മുക്കി കഴിക്കുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ കുതിർന്ന് വരില്ലേ, അതുപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചമ്മന്തി കുടിച്ച് കഴിയുമ്പോൾ ഇഡ്ഡലി കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നളക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ശരിക്കും എൻ്റെ ഇത് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ ഉഴുന്നിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഈ ഉഴുന്നിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ പച്ചരി എന്തോരാണ് എടുക്കണം അതിൻ്റെ 1/3 ഭാഗം കേട്ടോ. അതായത് പച്ചരി 3 കപ്പാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് കുറഞ്ഞത് ഉഴുന്നിടണം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ കപ്പായതുകൊണ്ട് 6 കപ്പ് അരിയാണ് ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ വേണം കുതിർക്കാനായിട്ട് വയ്ക്കാനായിട്ട്. കാരണം ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അരയ്ക്കുന്നതിനും ഒരു 5 മിനിറ്റ് മുമ്പായിട്ട് നമ്മുടെ വെള്ളാവൽ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഈ അരിയും അതുപോലെ തന്നെ ഉഴുന്നും ഒരു അത്യാവശ്യം കുതിർന്ന് കഴിയുമ്പോൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാറുണ്ട്. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഉഴുന്നും അരിയും വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ മിക്സിയൊക്കെ ചൂടായിട്ട് മാവ് ചൂടാവുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അരച്ചെടുക്കുന്ന ഉഴുന്ന് ആദ്യം അരച്ചിട്ട് പിന്നെ അരി അരയ്ക്കുമ്പോൾ മിക്സിയുടെ ചാറ് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഉഴുന്നിനെ നല്ല തിക്ക് പേസ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഈസ്റ്റാണ്. നമ്മൾ കണ്ടപോലെ ഒരു തരി ഈസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പച്ചരിയും നമ്മുടെ അവല് കുതിർത്തിയതും അതുപോലെ തന്നെ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അപ്പോൾ ഫൈനായിട്ട് അരഞ്ഞു പോകരുത്. അരി അരയ്ക്കുമ്പോൾ ഒരു തരിതരിപ്പ് അത്യാവശ്യമാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഉഴുന്നിലോട്ട് അരച്ച അരിമാവും ചേർത്ത് പിന്നെ കൈ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് കുഴയ്ക്കുമ്പോൾ ശരിക്കും ഞാൻ സമയമുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് കുഴയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റൊക്കെ നന്നായിട്ട് കൈ വെച്ച് കുഴയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറുണ്ടോ, നമ്മൾ രണ്ടാമത് പച്ചരി അരച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ചുമ്മാ കഴുകിയാൽ തന്നെ വൃത്തിയായി വരും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്ത് എടുത്താലും പെട്ടെന്ന് ക്ലീനായി കിട്ടും മിക്സിയുടെ ജാറ്. അതുപോലെ തന്നെ നമ്മുടെ മാവ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് ഒഴിച്ച് വെച്ച പാത്രത്തിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇച്ചിരി വലിപ്പമുള്ളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഒരു ഇളം ചൂടിൻ്റെ ഇത്തിരി മുകളിലായിട്ട് ഒന്നാക്കിയെടുത്തിട്ട് അതിലേക്ക് മാവ് ഇറക്കി വെക്കണം കേട്ടോ. വെള്ളത്തിന് ചൂട് കൂടി പോയാൽ മാവ് വെന്തും അപ്പോൾ പൊന്താൻ പാടായി പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരരുത്. പിന്നെ ഞാൻ രാത്രി 11:30 ആയപ്പോൾ ഒന്ന് വന്ന് നോക്കിയിട്ടോ പൊന്തിയോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം രാവിലെ നമ്മുടെ മാവ് വന്ന് നോക്കുമ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ നിറഞ്ഞ് പൊന്തി നിൽക്കുന്നുണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ട പൊന്തൽ. പക്ഷേ ഞാൻ ഇന്ന് നേരത്തെ എടുത്ത് ചുട്ട് കാണിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയൊക്കെ പൊന്തിയാൽ പോലും നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു ഇഡ്ഡലി കിട്ടുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇച്ചിരി നേരത്തെ എടുത്ത് മാവ് ചുട്ട് ഇഡ്ഡലി കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പതയൊക്കെ ഉള്ളൂ എങ്കിൽ പോലും സ്പോഞ്ച് ആയിട്ടുള്ള ഇഡ്ഡലി ഈസ്റ്റ് ചേർക്കണോണ്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ ഈ തട്ടിൽ നെയ്യ് വെളിച്ചെണ്ണ കൂടെ മിക്സ് ചെയ്താൽ നെയ്യ് തന്നെയായിട്ടൊക്കെ പുരട്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ വിട്ടു പോരാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ തൂക്കുന്നതിനേക്കാളും നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യോ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ നെയ്യ് തന്നെയൊക്കെ ചേർത്തിട്ട് പുരട്ടിയിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ സോഫ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഷേപ്പൊക്കെ പോകണ്ടാന്ന് എഴുതിയിട്ടും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടും തവി വെച്ചിട്ട് ഇളക്കിയെടുക്കുന്നുണ്ടോ. പിന്നെ തട്ട് നന്നായി ചൂടായതിന് ശേഷം ഇഡ്ഡലി മാവ് ഒഴിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി എടുത്തു കഴിയുമ്പോൾ കണ്ടോ ഒട്ടും തന്നെ പിടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത്, അതായത് ഒരു 15 വർഷമൊക്കെ. അപ്പോൾ ആ സമയത്ത് മലയാളത്തിലൊന്നും ഇഡ്ഡലിയുടെ റെസിപ്പിയൊന്നും ഞാൻ അങ്ങനെ ചാനലുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തമിഴ് ചാനലിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. പക്ഷെ അതിൽ ഇങ്ങനെ ഈസ്റ്റൊന്നും ചേർക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവില്ല. തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ കുറ്റം പറയുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ അറിയാതെ ഈസ്റ്റ് ചേർത്ത് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടെക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ പിന്നീടൊക്കെ ഇങ്ങനെ ഈസ്റ്റ് ചേർത്താണ് ഉണ്ടാക്കുക. പിന്നെ ഇനി പറയാത്ത എന്തെങ്കിലും പൊടിക്കൈകൾ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഏതെങ്കിലും വീഡിയോസിൽ ഇഡ്ഡലി ഉണ്ടാക്കണേൽ പറയാം കേട്ടോ. പിന്നെന്താ പറയുക, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.